ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുലയെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. നമ്മളിൽ പലരും ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സിനിമ വേരിയസ് അഡാപ്റ്റേഷൻസൊക്കെ കണ്ടിട്ടുള്ളവരാണ്. വാണ്ടർസ്കേപ്സിൻ്റെ ഈ യാത്ര ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുലയെ ഇൻസ്പയർ ചെയ്ത ഒരു സ്ഥലത്തേക്കാണ്. ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പോണത് വിറ്റ്ബി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഇത് യോർക്ക്ഷയറിലാണ്. ലിവർപൂൾ വെസ്റ്റ് സൈഡിലാണെങ്കിൽ ഇത് ഇംഗ്ലണ്ടിൻ്റെ ഈസ്റ്റ് കോസ്റ്റിലായിട്ടാണ് ഇത് വരിക. ഏകദേശം ലിവർപൂളിൽ നിന്ന് 150 മൈലുണ്ട്. 3 മണിക്കൂറാണ് കാറിൽ ഡ്രൈവ്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് പുറപ്പെട്ടത്. ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങളിതാ ഈ മൂർലാൻഡ് എന്ന് പറയുമല്ലോ, അവിടെ എത്തിയിരിക്കുകയാണ്. കംപ്ലീറ്റ് കോടയാണ്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് കൊണ്ട് ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്ററും കൂടിയും വിസിബിലിറ്റി ഇല്ല. അടിപൊളി ഒരു വ്യൂ, അടിപൊളി സ്ഥലം. എനിക്കൊണ്ട് 10-15-20 മൈലും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ വിറ്റ്ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം വിറ്റ്ബിയിലെ കാഴ്ചകളും ബ്രാം സ്റ്റോക്കറിനെ എന്താണ് ഇൻസ്പയർ ചെയ്ത്, എങ്ങനെയാണ് അത് ഡ്രാക്കുല സ്റ്റോറിയെ ഷേപ്പ് ചെയ്ത് എന്നുള്ള കഥകളൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ നോർത്ത് യോർക്ക്ഷയർ മൂർസിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം അവർ പറയുന്നത് നോർത്ത് യോർക്ക്ഷയർ മൂർസ് റെയിൽവേ ജേർണിയാണ്. ചെറിയൊരു ലൈനാണ്, ഒരു വോളണ്ടറി സർവീസ് ആണെന്നാണ് കണ്ടത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല ഓടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോത്ത്ലൻഡ് സ്റ്റേഷനിലാണ്. അതിൻ്റെ ക്ലെയിം ടു ഫെയിം എന്താണെന്ന് വെച്ചാൽ ഹാരി പോട്ടർ മൂവീസ് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ പരിചിതമാവും. ഇത് ഹോഗ്സ്മീഡ് സ്റ്റേഷനാണ്. യെസ്, നമ്മളിപ്പോൾ ഹോഗ്സ്മീഡ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഓഫ് സീസൺ ആണ്. ഇത് ഏപ്രിൽ ടു ഒക്ടോബർ ആണ് ഈ റെയിൽവേ പ്രവർത്തിക്കുള്ളൂ. വിൻ്ററിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കയറാനൊന്നും പറ്റില്ല. ഇവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോ ഹെഡാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ നല്ല എക്സൈറ്റഡ് ആയി. ആ സിനിമ കണ്ടവർക്ക് എന്തായാലും ഈ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ തന്നെ നല്ല എക്സൈറ്റഡ് ആവും. നമുക്കിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹാഗ്രിഡൊക്കെ നമ്മളെ കാണാൻ വരുമെന്നൊക്കെ തോന്നും. ഇപ്പോൾ പക്ഷെ ആരുമില്ല. കുറേ ടൂറിസ്റ്റ് ഇടയ്ക്ക് വന്ന് നോക്കി പോകണ്ട നമ്മളുടെ പോലെ. നമുക്ക് ഇനി ഓവർ ബ്രിഡ്ജ് കയറി നോക്കാം. അപ്പോൾ ഈ ഫുൾ റെയിൽവേ ഒരു കൺസർവേഷൻ പോയിന്റ് ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഈ ഫുട് ബ്രിഡ്ജ് അത് ഓൾമോസ്റ്റ് 200 കൊല്ലം പഴക്കമുണ്ട്. 1836 അക്വയർ ചെയ്തതാണ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ 150th ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻസിൻ്റെ ഒരു പ്ലാക്ക് ഇവിടെ കാണാം. ഇവരുടെ ഹെറിറ്റേജും ഹിസ്റ്ററിയും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിനെ പ്രത്യേകം നമ്മൾ പറയാതെ വയ്യ കേട്ടോ. എവിടെ ഏത് ചെറിയ ടൗണിൽ പോയാലും എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്രിസർവേഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അത്. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു. കുന്നിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, അത് കയറി പിന്നിലേക്ക് നോക്കിയപ്പോൾ അടിപൊളി, ശരിക്കും ഒരു മാജിക്കൽ വ്യൂ ഓഫ് ഹോഗ്സ്മീഡ്. ഇവിടെ വരികയാണെന്ന് വെച്ചാൽ ഈ വ്യൂ എന്തായാലും ആസ്വദിക്കണം, ഇല്ലെങ്കിൽ വലിയ മിസ്സാവും അത്. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചു. ഇനി ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനൊന്നുമില്ല. തിരിച്ചു പോവാണ് അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ വിറ്റ്ബി ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. പിന്നെ അപ്പോഴേക്ക് ഇരുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അപ്പോൾ രാവിലെ ഞങ്ങൾ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വിറ്റ്ബിയുടെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഇതൊരു പോർട്ട് ടൗൺ ആണ്, ഒരു ഹാർബർ ടൗൺ ആണ്. വിക്ടോറിയൻ കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു, ഒരു സീസൈഡ് റിസോർട്ടാണ്. നല്ല രസമുള്ള ഒരു ഭൂമിശാസ്ത്രമാണ് കേട്ടോ. 2 ക്ലിഫാണ്, ഒരു നദി അതിൻ്റെ ഇടയിൽ കൂടെ കടലിലേക്ക് ഒഴുകുകയാണ്. എസ്ക് നദി എന്ന് പറഞ്ഞിട്ടാണ് അത് നമുക്ക് ഇവിടെ കാണാം. കുറേ ബോട്ട്സ്, പഴയ ചില ഫെറി, അതൊക്കെ നല്ല രസമായിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. പഴയ ഒരു ടൗണാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി നോക്കാം വേറെ എന്തൊക്കെയാണ്. ഇത് അവിടെ ഒരു ബ്രിഡ്ജ് കാണാനുണ്ട്.
നമുക്ക് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സൈഡിലേക്കാണ് പോണത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടുത്തെ നമ്പർ 1 അട്രാക്ഷൻ വിറ്റ്ബി അബി ആണ് അവിടെ മുകളിൽ കാണുന്നത്. അത് റൂയിൻസാണ്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോണത്. പിന്നെ നമ്മൾ ആ പോണ വഴിക്ക് നമുക്ക് വിറ്റ്ബിയിലെ കഥകളും ബ്രാം സ്റ്റോക്കറും ഡ്രാക്കുളയുടെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമുക്കിങ്ങനെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വിറ്റ്ബി അബിയിലേക്ക് പോവുകയാണ്. അവിടേക്ക് എത്താൻ 199 സ്റ്റെപ്സ് കയറണം. അങ്ങോട്ടുള്ള വഴിയാണ്. ഒരു ഗലിയുടെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു സ്ട്രീറ്റ്. നല്ല തിരക്കാണ് ഇവിടെ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഷോപ്സ് ഉണ്ട്. എപ്പോഴും ഇവിടെ ഒരു ഹോളിഡേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ. ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാം. ഒരു ലൈവ്ലി ഫീൽ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല വൈബാ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വിറ്റ്ബിയിലെ പഴയ പിയറിന്റെ മുകളിലാണ്. ലിറ്റിൽ പിയർ എന്നായിരുന്നു ഇതിന് പേര്. അവിടെ ബാക്കിൽ കാണുന്നത് വെസ്റ്റ് ക്ലിഫാണ്, അപ്പുറത്തെ ഈസ്റ്റ് ക്ലിഫ്. ഇതിന്റെ നടുവ് കൂടെ എസ്ക് നദി ഒഴുകണു, കടലിൽ ചെന്ന് ചേരണു. ഹോളിഡേക്ക് വന്ന ബ്രാം സ്റ്റോക്കറിന് ഇവിടെ വന്നിട്ട് ഡ്രാക്കുള എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് പറഞ്ഞതിൽ നമുക്ക് ഒരു അത്ഭുതമില്ല. അങ്ങനത്തെ സെറ്റിംഗ് ആണ്. ആക്ച്വലി പിന്നിൽ ഒരു ക്ലിഫ് സൈഡ് ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു ഷിപ്പ് വന്ന് അടിഞ്ഞു ഒരു റക്കായി. അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ്, അതിൽ ആ ഷിപ്പിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടാണ് ഡ്രാക്കുള നോവലിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഡ്രാക്കുല വന്ന് ഇറങ്ങണത് വിറ്റ്ബിയിലാണ്. അങ്ങനെ വിറ്റ്ബി ആ സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചാപ്റ്റേഴ്സ് 6 to 8 ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ കാണാം. നോവൽ വായിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ രസകരമായിട്ട് അത് ആസ്വദിക്കാൻ പറ്റും. ഡ്രാക്കുല റൊമേനിയയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വരികയാണല്ലോ കഥയിൽ. അപ്പോൾ വിറ്റ്ബിയിൽ വന്ന് ഇറങ്ങി ഷിപ്പിൽ ഒരു കൂറ്റൻ നായയുടെ രൂപത്തിൽ വന്നിട്ട് ആ മലയുടെ മുകളിലേക്ക് വിറ്റ്ബി അബിയിലേക്ക് കയറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കയറി പോവാണ്. 199 സ്റ്റെപ്സ് കയറിയിട്ട്. കയറല്ലേ? അപ്പോൾ സ്റ്റെപ്പ് കയറാൻ പോവാണ്. ഓൾമോസ്റ്റ് 200 സ്റ്റെപ്പ്. 1 2 3 4 5. ഇപ്പോൾ 48 സ്റ്റെപ്സ് കയറി. ഇനി സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് അതുകൊണ്ട് അവിടെ വേറെ സ്ലോപ്പായിട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇതിനേക്കാളും ബുദ്ധിമുട്ടാവുന്നു കണ്ടിട്ട്. വ്യൂ തിരിഞ്ഞു നോക്കി അടിപൊളിയാട്ടോ. ഇവിടെ നിന്നത് കണ്ട് മതിയാവില്ല. 95 96 97 98 99. പക്ഷേ വിചാരിച്ചത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ഈസി ക്ലൈമ്പാണ്. ഞാൻ ഇതിനേക്കാളും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു. അടിപൊളി വ്യൂ മുകളിലെത്തി കഴിഞ്ഞാൽ. നത്തിങ് ടു ബീറ്റ് ഇറ്റ്. കിടിലൻ, സൂപ്പറാണ്. ഈ കാണുന്ന ബെസ്റ്റ് വ്യൂസാണ്. ആ ടൗണും പോർട്ടും ആ ക്ലിഫും ഡ്രമാറ്റിക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ചർച്ച്. അതിപുരാതനമായിട്ടുള്ള ഒരു ചർച്ചാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി കണ്ടു. ചെറിയൊരു പള്ളി. അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ പ്യൂസൊക്കെ ബോക്സ്ഡ് ആണ്. ഓരോ ഫാമിലിക്ക് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. പിന്നെ നിറച്ച് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഡെക്കറേഷൻ, ക്രിസ്മസിൻ്റെ ബാക്കി. അപ്പോൾ അത് നല്ല കൗതുകം തോന്നി. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ അവിടെ ഡോറുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഡ്രാക്കുലയുടെ ഗ്രേവ് ഇവിടെ ഇല്ല, അതിൻ്റെ ടോമ്പൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, സ്റ്റാഫിനോടൊന്നും ചോദിക്കേണ്ട, ഇവിടെ അല്ല, അത് റൊമേനിയയിലാണെന്ന്. അപ്പോൾ അത് ഇത്തിരി കൗതുകമായിട്ട് തോന്നി. നമുക്ക് ഇവിടുത്തെ സെമിത്തേരി എന്തായാലും ഒന്ന് ചുറ്റി കാണാം. ഡ്രാക്കുലയായിട്ട് ബന്ധപ്പെട്ട പല പേരുകളും ഈ സെമിത്തേരിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വല്ല പേരുകളും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം.
ഇത് സെൻറ് മേരീസ് ചർച്ചിൻ്റെ സെമിത്തേരിയാണ്. അപ്പാരൻ്റ്ലി ഡ്രാക്കുള വന്നിട്ട് ഈ സെമിത്തേരിയിലെ കല്ലറയിലാണ് ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് നിറച്ച് ടോം സ്റ്റോൺസ് ആണ് കേട്ടോ. പലതിലും റൈറ്റിംഗ് ഒന്നും കാണാനില്ലാണ്ടേ, അത്രയും പഴയതാണ്. അപ്പോൾ ഈ സെൻറ് മേരീസ് ചർച്ചിൻ്റെ സെമിത്തേരിയിൽ ഇതുപോലത്തെ ബെഞ്ചസ് ഉണ്ട്. നമുക്കിവിടെ ഒരു നല്ല സീ വ്യൂ ആസ്വദിക്കാം. ഈ സെമിത്തേരിയുടെ വേറൊരു ഇത് എന്താണെന്ന് വെച്ചാൽ, നോവലിൽ ബ്രാം സ്റ്റോക്കർ ഈ സെമിത്തേരിയിൽ പോയിട്ട് ഇവിടുത്തെ ടോം സ്റ്റോൺസിൽ രേഖപ്പെടുത്തിയ പല പേരുകളുമാണ് നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ പല ആളുകളും യഥാർത്ഥത്തിൽ വിറ്റ്ബിയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ആ ആളുകളെയൊക്കെയാണ് ഡ്രാക്കുള കൊന്നതായിട്ട് കഥയിൽ പറയുന്നത്. പിന്നിൽ കാണുന്ന ഈ റൂയിൻസ് ആണ് വിറ്റ്ബി അബേ റൂയിൻസ്. വിറ്റ്ബിയിൽ വന്നാൽ നമ്പർ 1 അട്രാക്ഷനാണ് ഈ വിറ്റ്ബി അബേ. ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ നമ്മളിപ്പോൾ കയറി വന്നില്ല, 199 സ്റ്റെപ്സ് ഒക്കെ. 7th സെഞ്ച്വറിയിൽ ഇവിടെ ഒരു മൊനാസ്ട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ റൂയിൻസ് 11th സെഞ്ച്വറി സ്ട്രക്ചറാണ്. ഹെൻറി ദ 8 1538 അദ്ദേഹത്തിൻ്റെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കുന്നതിൻ്റെ പ്രോസസ്സിൽ അന്നത്തെ കുറേ കാത്തലിക് പള്ളികളും ചർച്ചും അബീസൊക്കെ ഡിസ്ട്രോയ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇതും ഡിസ്ട്രോയ് ആയി. അന്ന് മുതൽ ഇത് റൂയിനാണ്, ഏകദേശം 500 വർഷമായിട്ട്. ഡ്രാക്കുള ഒരു ഗോഥിക് നോവലാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഈ ഗോഥിക് സ്ട്രക്ചർ ആ ഗോഥിക് നോവലിനെ മോൾഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളായി. കാരണം അപ്പുറത്തെ സൈഡിലിരുന്നിട്ട് ബ്രാം സ്റ്റോക്കർ ഈ അബി റൂയിൻസ് കാണുകയും അദ്ദേഹത്തിന് ഡ്രാക്കുള സെറ്റിങ്സിൽ ഉൾപ്പെടുത്താനുള്ള ചില ഐഡിയാസ് കിട്ടുകയൊക്കെ ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഈ അബിയെ ചുറ്റിപ്പറ്റിയുണ്ട്. കണ്ടാൽ തന്നെ അറിയാം റൂയിൻസ് ആണ്. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ എങ്ങനെയായിരിക്കും ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ എന്നുള്ളത് ഊഹിക്കാലോ. ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഡ്രാക്കുള പോലെയുള്ള ഒരു കഥയിൽ തീർച്ചയായും പെർഫെക്റ്റ് സെറ്റിംഗ്. മസ്തിയാണ് വിറ്റ്ബിയിൽ വന്നാൽ. സമയം 3:15 ഓൾറെഡി സണ്ണ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇരുട്ടാവാനുള്ള ഭാവമായി. നമ്മൾ സെൻറ് മേരീസ് ചർച്ചും വിറ്റ്ബി അബിയും കണ്ടു കഴിഞ്ഞു. ഇനി ഇതാ 199 സ്റ്റെപ്സ് ഇറങ്ങി ടൗണിലേക്ക് പോവാണ്. അങ്ങനെ 199 സ്റ്റെയർസ് ഇറങ്ങി നമ്മൾ താഴെ എത്തി. ടൗണിൽ കൂടെ അങ്ങനെ കുറച്ച് നേരം നടന്നു. ചെറിയ ചെറിയ ഇടുങ്ങിയ ഇടവഴികൾ പോലെയാണ് കേട്ടോ ഈ ഭാഗത്ത്. കോബിൾഡ് സ്ട്രീറ്റ്സ് ആണ്. ഒരു പഴയകാല ടൗണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്കവിടെ കാണാം. അപ്പുറത്തും ഇപ്പുറത്തും കുറേ തരത്തിലുള്ള ഷോപ്സ് ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ജെം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ജ്വല്ലറി ഷോപ്സ് കണ്ടു ഞങ്ങൾ. പക്ഷെ ഉള്ളിലൊന്നും കയറിയില്ല. അതേപോലെ ഇവിടെയുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് അട്രാക്ഷനാണ് ക്യാപ്റ്റൻ കുക്ക് മെമ്മോറിയൽ മ്യൂസിയം. അതിപ്പോൾ വിൻ്ററിൽ ക്ലോസ്ഡ് ആണ്. അത് കാരണം അകത്തേക്ക് പോകാൻ പറ്റില്ല. ക്യാപ്റ്റൻ കുക്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുണ്ടാവും. വേൾഡ് ഫേമസ് എക്സ്പ്ലോററാണ്. പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ട്രെയിൻ ചെയ്തത് വിറ്റ്ബിയിലാണ്. അപ്പോൾ അതാണ് വിറ്റ്ബിയിൽ ക്യാപ്റ്റൻ കുക്കിന് വളരെയധികം ഒരു പ്രോമിനൻസ് ഉണ്ട്. ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളും എല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വിറ്റ്ബിയിലെ വേറെ കുറച്ച് കാഴ്ചകളായിട്ട് വീണ്ടും വരാം. ഇന്ന് കാണിച്ച കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. അതേമാതിരി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാം. അടുത്ത തവണ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ. Thank you.